Hi all, welcome to the online session of manufacturing process. We are going to discuss the topics types of molding and types of casting process. Types of molding process. These are four types. First, bench molding, floor molding, pit molding, machine molding. First of all, bench molding. In this method, the molds are prepared by the molder on a bench in standing position. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബെഞ്ചിലാണ് ആ മോൾഡർ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്, അങ്ങനെ ചെയ്യുന്ന മോൾഡിനെയാണ് നമ്മൾ ബെഞ്ച് മോൾഡിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ കാസ്റ്റിംഗ് വിച്ച് ആർ ലൈറ്റ് ഇൻ വെയ്റ്റ്. ബൈ ബെഞ്ച് മോൾഡിംഗ്, ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡ് ആൻഡ് സ്കിൻ ഡ്രൈഡ് സാൻഡ് molds can be made since hard ramming with loose pattern is employed. It is slow and laborious method. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹൈറ്റിൽ വെച്ച് ചെയ്യുന്ന ഒരു ബെഞ്ച് ഹൈറ്റിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുന്ന കോപ്പും ഡ്രാഗും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് പറയുന്ന ഇതിനെയാണ് ബെഞ്ച് മോൾഡിംഗ് എന്ന് പറയാം. ഇതിൽ മെയിനായിട്ട് സ്മോൾ കാസ്റ്റിങ്സ് ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ്, ഫ്ലോർ മോൾഡിംഗ്. ഫ്ലോർ മോൾഡിംഗ് എന്ന് വേർഡ് തന്നെ മനസ്സിലാവും, ഫ്ലോറിലാണ് ഇത് നടക്കുന്നത്, ഫ്ലോറിലാണ്. അപ്പം ഡ്രാഗ് ഫ്ലോറായിട്ട് ആക്ട് ചെയ്യും. ദ മോൾഡിംഗ് ഡൺ ഓൺ ദ ഫൗണ്ടറി ഫ്ലോർ ഈസ് കോൾഡ് ഫ്ലോർ മോൾഡിംഗ് ആൻഡ് ഈസ് എംപ്ലോയ്ഡ് ഫോർ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആർട്ടിക്കിൾസ്. ഇവിടെ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആർട്ടിക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. മോൾഡ് ഹാസ് ഇറ്റ്സ് ഡ്രാഗ് പോർഷൻ ഇൻ ദ ഫ്ലോർ. ഡ്രാഗ് പോർഷൻ ഫ്ലോർ തന്നെയായിരിക്കും. ദ കോപ്പ് പോർഷൻ മേ ബി റാംഡ് ബൈ ഇൻ എ ഫ്ലാസ്ക് and is placed over the drag. Green sand, dry sand, skin dried mold can be made by this method. It is slow and laborious method. നേരത്തെ പോലെ തന്നെ സ്ലോ പ്രോസസ്സും അതുപോലെ കൂടുതൽ ലേബേഴ്സ് ആവശ്യമുള്ള പ്രോസസ്സുമാണ്. പിറ്റ് മോൾഡിംഗ്. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി. In this method, the pit acts as a drag part of the mold and separate copies rammed and used above it. This is the only method of molding used for extremely large casting. ഇവിടെ ഇത് ലാർജ് കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. മോൾഡിംഗ് പിറ്റ്സ് ആർ ലൈൻഡ് വിത്ത് ബ്രിക്ക് ഓർ കോൺക്രീറ്റ്. ദ പാറ്റേൺ ഈസ് ലോവേഡ് ഇൻ ടു ദ പിറ്റ് ആൻഡ് മോൾഡിംഗ് സൈഡ് ഈസ് റാംഡ് അറൗണ്ട് ഇറ്റ് അപ്പ് ടു ദ പാർട്ടിംഗ് ലൈൻസ് ടു ദ കംപ്ലീറ്റ് ദ ഡ്രാഗ് പോർഷൻ. സച്ച് എ ലാർജ് മോൾഡ്സ് ആർ ഓൾവേസ് ഡ്രൈഡ്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് നമ്മളെ ഹാൻഡ് മോൾഡിംഗ് പ്രോസസ്സാണ്. ഇനി ഇത് പറയുന്നത് മെഷീൻ മോൾഡിംഗ്. എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് മെഷീനാണ്. മെഷീൻ മോൾഡിംഗ് ഈസ് എംപ്ലോയ്ഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ, പെർട്ടിക്കുലർലി വെൻ ഐഡൻറ്റിക്കൽ കാസ്റ്റിംഗ്സ് ആർ റിക്വയർഡ് ഇൻ ലാർജ് നമ്പേഴ്സ്. ഇൻ ദിസ് മെത്തേഡ് വേരിയസ് മോൾഡിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് റാമിംഗ് ഓഫ് ദ സാൻഡ്, റോളിംഗ് ഓവർ ദ മോൾഡ്, ഫോമിംഗ് ഗേറ്റ്, വിത്ത് ഡ്രോയിങ് പാറ്റേൺ എക്സെട്ര ആർ ഡൺ ബൈ മെഷീൻസ്. മെഷീനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. യൂസ് ഓഫ് മോൾഡിംഗ് മെഷീൻ സേവ് മോൾഡിംഗ് ടൈം ആൻഡ് ലേബർ, എൻഷ്യൂർസ് ഹൈ അക്യുറസി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് കാസ്റ്റിംഗ് ആൻഡ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നേരത്തെ കേസെല്ലാം സ്ലോ പ്രോസസ്സ് അല്ലെങ്കിൽ ലബോറിയസ് പ്രോസസ്സാണെന്ന് പറഞ്ഞാൽ ഇവിടെ മോൾഡിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ ലേബേഴ്സിൻ്റെ എക്സ്പെൻസും സേവ് ചെയ്യാൻ പറ്റും. എൻഷ്യൂർസ് ഹൈ അക്യുറസി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് കാസ്റ്റിംഗ്, അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഇനി മോൾഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഇനി ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്സ്. മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: സാൻഡ് മോൾഡ് കാസ്റ്റിംഗ്, പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്, സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സ്. ആ സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡൈ കാസ്റ്റിങ്ങിൽ തന്നെ 2 ഹോട്ട് ചേമ്പർ പ്രോസസ്സും കോൾഡ് ചേമ്പർ പ്രോസസ്സും. പിന്നെ സ്ലഷ് കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, പ്ലാസ്റ്റർ മോൾഡ് കാസ്റ്റിംഗ്, ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മോൾഡ് മെറ്റീരിയൽ സാൻഡ് അഗ്രിഗേറ്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Whenever the molten metal is poured into the sand molds and allowed to solidify, the product may be called sand casting. Most commercial metals can be cast in sand molds. Molds are destroyed after solidification of casting and hence cannot be reused.
നമുക്കറിയാം സാൻഡ് കാസ്റ്റിങ്ങിൽ ആ മൗൾഡ് അല്ലെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ച് കളയുകയാണ്, അത് ഡിസ്ട്രോയ് ചെയ്യാണ്, പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്. ആ ഇതിൽ റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജിൽ നിന്നും നമുക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോൾഡ് കാസ്റ്റിങ്ങിനാണ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എ കാസ്റ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ പവറിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻ എ മെറ്റാലിക് മോൾഡ് ഈസ് നോൺ ആസ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്. ആസ് ദീസ് മോൾഡ് ലാസ്റ്റ് ഫോർ ലോങ് പീരീഡ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ്. Usually, metallic mold are called dies. Powering the permanent molds is done simply due to gravity without any external pressure, and hence it is called gravity die casting. എന്നാൽ നമ്മുടെ ഈ കേസ് സിമ്പിളായിട്ടുള്ള കേസിൽ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഗ്രാവിറ്റി മൂലമാണ് ഇത് പവർ ചെയ്ത മെറ്റൽ അവിടെ അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും താഴ്ന്നിറങ്ങി സെറ്റാവുന്നത്, സോളിഡിഫൈ ആവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. Permanent molds are generally made of cast iron and alloy steel. Sometimes they are also made of non-ferrous alloys, graphite or other refractories. ഈ കേസിലെല്ലാം നമ്മൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇനി സ്പെഷ്യൽ കാസ്റ്റിംഗ്, സാൻഡും അല്ല മെറ്റലോ പെർമനൻറ്റും അല്ല, ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള കാസ്റ്റിംഗ്. സാൻഡ് കാസ്റ്റിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ആൻഡ് സം സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡ് ആർ യൂസ്ഡ് ഫോർ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റിംഗ് വിത്ത് ക്ലോസ് ഡയമെൻഷണൽ ടോളറൻസസ് ആൻഡ് സ്മൂത്ത് സർഫസ് ഫിനിഷ്. നമുക്ക് ചില കേസിൽ സ്പെഷ്യലായിട്ട് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ലാർജ് പ്രൊഡക്ഷൻ സ്കെയിൽ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷണൽ ടോളറൻസ് വളരെ കൂടുതലായി വേണ്ട, അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് കൂടുതലായി വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കാസ്റ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യും. അതിൽ വരുന്നതാണ് 5-6 ടൈപ്പ്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വേണമാണ് ഡൈ കാസ്റ്റിംഗ്. ദ ഡൈ കാസ്റ്റിംഗ് ഓൾസോ നോൺ ആസ് പ്രഷർ ഡൈ കാസ്റ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റി അല്ലാതെ, ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റി കാസ്റ്റിംഗ് എന്നാണ്. ഇപ്പോൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, മോൾട്ടൺ മെറ്റൽ താഴേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും മോൾഡ് ഗ്രാവിറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രഷർ ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡൈ കാസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് കാസ്റ്റിംഗ് ഇൻ വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് ഫോഴ്സ്ഡ് അണ്ടർ എ പ്രഷർ ടു എ പെർമനൻറ്റ് മെറ്റൽ മോൾഡ് കോൾഡ് ഡൈ. In die casting, the metal molds or dies are made in two halves. One is fixed and other is movable, which when fitted together forms the cavity. രണ്ട് പാർട്ട് ഉണ്ട്, രണ്ട് ഹാഫ് ആക്കിയിട്ടുണ്ട്. വൺ ഈസ് ഫിക്സഡ് ആൻഡ് അതർ ഈസ് മൂവബിൾ. വെൻ ദ കാസ്റ്റിംഗ് ഹാസ് ഗോട്ട് സോളിഡിഫൈ ദ മൂവബിൾ ഡൈ ഡിറ്റാച്ച് ദ കാസ്റ്റിംഗ് ഫ്രം ദ ഡൈ. ആണ് സോളിഡിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂവബിൾ പാർട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിന് കാസ്റ്റിംഗ് പ്രൊഡക്റ്റ് എടുക്കും. ദിസ് പ്രോസസ് ഈസ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് കാസ്റ്റിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ് സച്ച് ആസ് സിങ്ക്, അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, ലെഡ് ആൻഡ് ടിൻ ആൻഡ് ദർ അലോയ്സ്. ഇത്രയും മെറ്റീരിയൽസുകൾക്ക് അലോയ്കൾക്കും നമ്മൾ ഡൈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രഷർ ഡൈ കാസ്റ്റിംഗ് യൂസ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഡൈ കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും? ആദ്യം അഡ്വാൻറ്റേജ് നോക്കാം. പ്രൊഡക്ഷൻ റേറ്റ് കൂടുതലാണ്. ഹൈ അപ് ടു 700 കാസ്റ്റിംഗ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ 700 കാസ്റ്റിംഗ് വരെ നമുക്ക് ചെയ്തെടുക്കാം. ബെറ്റർ സർഫസ് ഫിനിഷ്, സ്മൂത്ത്നെസ് ആൻഡ് സർഫസ് ഡീറ്റെയിൽസ്. ക്ലോസ് ഡയമെൻഷണൽ ടോളറൻസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ലോങ്ങർ ലൈഫ് ഓഫ് ഡൈസ്. തിൻ സെക്ഷൻസ് ക്യാൻ ബി കാസ്റ്റ് ഈസിലി. ലേബർ കോസ്റ്റ് പെർ കാസ്റ്റിംഗ് ഈസ് ലോ. എ നമ്പർ ഓഫ് നോൺ ഫെറസ് അലോയ്സ് ക്യാൻ ബി ഡൈ കാസ്റ്റ്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ദ ഡൈ കാസ്റ്റിംഗ് യൂണിറ്റ്സ് ആർ കോസ്റ്റ്ലി. ഓൾ മെറ്റൽസ് ആൻഡ് അലോയ്സ് cannot ബി ഡൈ കാസ്റ്റ്. നോട്ട് എക്കണോമിക്കൽ ഫോർ സ്മോൾ റൺ. ஆனால் ഇത് എപ്പോഴാണ് ശരിക്ക് പ്രോഫിറ്റബിൾ ആകുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ ഓഫ് കാസ്റ്റിംഗ് കൂടുന്ന സമയത്താണ്. അല്ലാതെ ചെറിയ ഇതിന് ഇത് അത്ര ലാഭകരമല്ല, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്പർ കൂടുന്ന സമയത്ത് ഇത് അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡൈ കാസ്റ്റിംഗ് മെഷീനിലെ 3 ടൈപ്പ് ഉണ്ട്. ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീനും, കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീനും, വാക്യൂം ഡൈ കാസ്റ്റിംഗ് മെഷീനും. ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീനിലെ അതിൽ 2 ടൈപ്പ് ഉണ്ട്. അതിൽ അതിൻ്റെ മെത്തേഡ് മാറ്റുന്നതാണ്, അതിൻ്റെ ഇഞ്ചക്ഷൻ മെത്തേഡ്. സബ്മേർജ്ഡ് പ്ലഞ്ചർ ടൈപ്പ്, അതിനെ ഗൂസ് നെക്ക് ടൈപ്പ് എന്ന് പറയും.
അല്ലെങ്കിൽ രണ്ടാമത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ എയർ ഇഞ്ചക്ഷൻ ടൈപ്പ്. ഈ ഫിഗറാണ് സബ്മേർജ്ഡ് പ്ലഞ്ചർ ടൈപ്പ് ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഒരു പ്ലഞ്ചർ വെച്ചാണ് മോൾട്ടൻ മെറ്റൽ താഴേക്ക് പ്ലഞ്ച് ചെയ്യുന്നത്. പിന്നെ പ്ലഞ്ചർ ഈസ് ഇൻ അപ്പ് പൊസിഷൻ. ദ മോൾട്ടൻ മെറ്റൽ എൻറ്റേഴ്സ് ദ സിലിണ്ടർ ആസ് ദ പ്ലഞ്ചർ മൂവ്സ് ഡൗൺ. ദ പോട്ട് ഗെറ്റ്സ് ക്ലോസ്ഡ് ആൻഡ് ദ മോൾട്ടൻ മെറ്റൽ ഈസ് ഫോഴ്സ്ഡ് ടു ദ ഡൈ ക്യാവിറ്റി അറ്റ് എ പ്രഷർ ഓഫ് 70 to 140 ബാർ. ഒരു ഗ്രീൻ നിറത്തിൽ കാണിച്ചേക്കുന്നത് അതിൻ്റെ സിലിണ്ടറും പ്ലഞ്ചർ റോഡുമാണ്. ആ പ്ലഞ്ചർ റോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് എൻട്രി പോയിൻ്റ് എന്ന് കാണിച്ചതിലൂടെ മോൾട്ടൻ മെറ്റൽ അതിനകത്ത് ആ പ്ലഞ്ചർ ഇതിനകത്തേക്ക് മൂവ് ചെയ്തിട്ട് ഈ ഏറ്റവും റൈറ്റ് സൈഡിൽ ഫിക്സഡ് ഡൈയും മൂവബിൾ ഡൈയും കാണിച്ചിട്ടുണ്ട്, ഒരു യെല്ലോ ആൻഡ് ഡാർക്ക് യെല്ലോ കളറിൽ. അപ്പോൾ അതിലേക്ക് ഇത് ചെയ്യും. ആ പ്ലഞ്ചർ താഴ്ന്നു കഴിഞ്ഞാൽ ഈ ഇത് എൻട്രി പോയിൻ്റ് ക്ലോസ് ആവുകയും പിന്നെ ആ മൊത്തം അങ്ങോട്ട് കയറി പോവുകയും അങ്ങനെ സെറ്റായി ഡൈക്കകത്ത് കയറി പിന്നെ നമ്മൾ ആ ഇജക്ടർ പിൻ ഉപയോഗിച്ച് ആ പിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈ അല്ലെങ്കിൽ കാസ്റ്റ് പ്രൊഡക്റ്റ് തിരിച്ചെടുക്കാം. ഇനി കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ്. കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗിൽ മെയിനായിട്ട് വരുന്നത് ഇതിലെ മെൽറ്റിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ്. ദ മോൾട്ടൻ മെറ്റൽ ഫ്രം ദ മെൽറ്റിംഗ് യൂണിറ്റ് ഈസ് transformed to the die casting machine by ladles. After closing the die, a measured quantity of molten metal is poured to the cold chamber. The plunger is pushed forward hydraulically to the force the metal into the die cavity at a pressure of 200 to 1500 bar. ആ ഫിഗറിൽ കാണിച്ചിട്ടേക്കുന്ന ഒരു ലാഡിൽ വഴിയാണ് നമ്മൾ മോൾട്ടൻ മെറ്റൽ പോവുക ചെയ്യുന്നത്. അതിന് ഒരു പ്ലഞ്ചർ വെച്ച് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഡൈയിലേക്ക് വന്ന് നിറയുന്നു. പിന്നെ സോളിഡിഫൈ ആയതിനു ശേഷം ഇജക്ടർ പിന്നെ റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് കാസ്റ്റ് നമ്മൾ പുറത്തെടുക്കുന്നു. സ്ലഷ് കാസ്റ്റിംഗ്. സ്ലഷ് കാസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹോളോ കാസ്റ്റിംഗ് വിത്തൗട്ട് ദ യൂസ് ഓഫ് കോർ ഉപയോഗിക്കാതെ നമുക്ക് ഹോളോ കാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലഷ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് മോൾട്ടൻ മെറ്റൽ ഈസ് നോട്ട് അലൗഡ് ടു കംപ്ലീറ്റ്ലി സോളിഡിഫൈ ഇൻ ദ മോൾഡ്. വെൻ ദ desired thickness is obtained, the remaining molten metal is poured out. എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മോൾട്ടൻ മെറ്റൽ സോളിഡിഫൈ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അതിന് മുന്നേ നമുക്ക് ആവശ്യമായ തിക്നെസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന മോൾട്ടൻ മെറ്റൽ പുറത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതിൽ അകത്തുള്ള സോളിഡിഫൈ ആയ ഇത് മാത്രമേ ഇതിനകത്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഷേപ്പിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള തിക്നെസ്സിലുള്ള കാസ്റ്റ് കിട്ടും. This method is used for making toys, ornaments and lighting fixtures of non-ferrous metals and alloys such as gold, tin, zinc and aluminum. These casting possess good surface finish and appearance, but they lack in strength and dimensional accuracy. ഇതിന് സർഫസ് ഫിനിഷും അപ്പിയറൻസ് ഒക്കെ കൂടുതലായിരിക്കും, പക്ഷേ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അതുപോലെ അതിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഫിഗർ കണ്ടാൽ മനസ്സിലാവും. എല്ലാ പ്രോസസ്സും എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോൾട്ടൻ മെറ്റൽ ഒഴിക്കുന്നു, എന്നിട്ട് സോളിഡിഫൈ ആവുന്നതിൻ്റെ അറ്റങ്ങൾ സൈഡിൽ മാത്രം സോളിഡിഫൈ ആയി കഴിഞ്ഞാൽ അത് ഇൻവേർട്ട് ചെയ്തിട്ട് അത് സോളിഡിഫൈ ആവാത്ത മോൾട്ടൻ മെറ്റൽ തിരിച്ചൊഴിക്കുന്നു. എന്നിട്ട് അത് ബ്രോക്ക് ചെയ്ത് അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ കാസ്റ്റ് നമ്മൾ പുറത്തെടുക്കുന്നു. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ നിന്ന് വ്യക്തമാണ്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മോൾട്ടൻ മെറ്റൽ ഈസ് poured and allowed to solidify while the mold is kept revolving. The mold is rotated at a very high speed and centrifugal force direct the fluid metal to the inner surface of the mold with the considerable pressure where the solidification occurs, forming the hollow casting. The thickness of the casting is controlled by the amount of liquid metal pouch. These are employed for casting articles symmetrical shape, example cast iron pipes, gears, flywheels, hydraulic cylinders, piston ring, brake drum. എന്നാൽ നമ്മുടെ ഒരു ഇതുണ്ടാവും, അതിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കും, ഒരു റൊട്ടേറ്റിംഗ് ഇത് കൊടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടുമ്പോൾ സെൻട്രിഫ്യൂഗൽ കിട്ടുമ്പോൾ അതിൻ്റെ ഏറ്റവും വശങ്ങളിലുള്ള ഇത് കറക്റ്റായിട്ട് സോളിഡിഫൈ ആയി വരും. അങ്ങനെ നമുക്ക് ഒരു യൂണിഫോം സിമെട്രിക്കൽ ഷേപ്പ് കിട്ടേണ്ട ഇതിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉപയോഗിക്കുക.
അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. കാരണം താഴെ ഒരു കാസ്റ്റിങ് കാണാം, അത് റൊട്ടേറ്റിംഗ് ആകുമ്പോൾ അതിന് ഒരു ഇതിൻ്റെ സർക്കുലർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സിമെട്രിക്കലായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി പ്ലാസ്റ്റർ മോൾഡ് കാസ്റ്റിംഗ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് അതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്നുള്ളതാണ് ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. ദ മോൾഡ് മെറ്റൽ ഈസ് poured either in a vacuum or under pressure. Plaster mold have lower thermal conductivity than other types of mold. The casting cools slowly, yielding more uniform grain structure with less warpage and better mechanical properties. കാരണം ഇതിൽ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അത് കാരണം സ്ലോലിയാണ് കൂളാവുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ വളരെ സ്ലോലി ഫോം ചെയ്യുന്നതുകൊണ്ട് ഗ്രെയിൻ സ്ട്രക്ചർ യൂണിഫോമായിട്ട് ഫോം ചെയ്യും. അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി അത് കാരണമായിട്ട് കൂടും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ് സിൽവർ, ഗോൾഡ്, അലൂമിനിയം, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ് എക്സെട്ര. എൻ്റെ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ജിപ്സവും വാട്ടറും കൂടെയുള്ള സ്ലറിയാണ്. അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾക്ക് എവിടെയാണോ ഇത് ചെയ്യേണ്ട ആ പാറ്റേണിനകത്തേക്ക് ഇത് ഒഴിക്കും, മോൾഡിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് കോപ്പും ഡ്രാഗുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് പ്ലാസ്റ്റർ മോൾഡ്. ഇതാണ് ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഷെൽ മോൾഡ് കാസ്റ്റിംഗ്. ഷെൽ മോൾഡ് കാസ്റ്റിംഗ് ഈസ് എ modification of sand mold casting in which a relatively thin shell forms the mold cavity in which the molten metal is poured. This method is used for casting high precision articles such as gear housing, cylinder head, connecting rod, molding cores. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾക്കാണ് ഷെൽ മോൾഡിങ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യാൻ ഏഴാമത്തെ ഫിഗറിൽ കാണിച്ച അതുപോലൊരു ഷെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഒരു ഹീറ്റഡ് പാറ്റേൺ ഉണ്ട്. താഴെ സാൻഡ്, റെസിന്, ബൈൻഡറിൻ്റെ മിക്സ് ഉണ്ട്. അത് ഇൻവേർട്ട് ചെയ്ത് രണ്ടാമത്തെ ഫിഗറിൽ ഇൻവേർട്ട് ചെയ്തപ്പം ഈ ഹീറ്റഡ് പാറ്റേണിൻ്റെ സൈഡിൽ ഇത് വന്ന് നിന്നു. എന്നിട്ട് ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്ത് ആ ഷെല്ല് നമ്മൾ സോളിഡിഫൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് ശേഷം ആ രണ്ട് ഷെല്ലുകൾ വെച്ചിട്ട് നമ്മൾ ഒരു മോൾഡ് മെറ്റൽ ഒഴിച്ച് ഒരു കാസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതിനെയാണ് ഷെൽ മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. ഇതിന് മറ്റൊരു പേരാണ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ്. കാരണം വാക്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാക്സ് ലോസ്റ്റായി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അതാണ് ഇതിന് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. In this process, wax pattern is used for making the mold, which is subsequently baked in an oven so that the wax may melt out. The term investment refers to the specially formulated refractory slurry known as investment, which is poured into the molding flask and allowed to harden around the wax pattern. നമ്മളെ മോൾട്ടൻ മെറ്റൽ, ചൂടായിട്ടുള്ള മോൾട്ടൻ മെറ്റലിലേക്ക് ഈ വാക്സ് കൊണ്ടുള്ള പാറ്റേണിലേക്ക് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ആ ചൂട് കാരണം വാക്സ് എസ്കേപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ഈസ് മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സ്റ്റാച്വറി മേക്കിംഗ് സ്റ്റാച്യൂസ് ആൻഡ് ആർട്ട് വർക്ക്. ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്രിസിഷൻ ഷേപ്ഡ് കമ്പോണൻറ്റ്സ് സച്ച് ആസ് നോസിൽ, ബക്കറ്റ്സ് ആൻഡ് ബ്ലേഡ്സ് ഓഫ് ഗ്യാസ് ടർബൈൻ, കോസ്റ്റ്യൂം, ജ്വല്ലറി, മെഷീൻ ടൂൾസ് ആൻഡ് ആക്സസറീസ്. ഇത്രയും ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് പാറ്റേൺ മോൾഡിൻ്റെ പാറ്റേൺ മോൾഡുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ അതിൽ വാക്സ് ഇഞ്ചെക്റ്റ് ചെയ്തു, വാക്സ് പാറ്റേൺ കിട്ടി. ആ വാക്സ് പാറ്റേണിന് നമ്മൾ ഇൻവെസ്റ്റിങ് ചെയ്തു. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് തിരിച്ച് വരുന്ന പ്രോസസ്സാണ്. പിന്നെ അത് അടുത്ത പ്രോസസ്സ് നമ്മളത് ആ ഒരു എവിടെയാണോ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മോൾഡിലേക്ക് ഇത് ചെയ്തു. പിന്നെ അത് ഡിവാക്സ് ചെയ്ത സമയത്ത് നമുക്ക് ഫൈനൽ കാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഇത്രയും പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൽ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് കാസ്റ്റിങ്ങിൻ്റെ ടൈപ്പുകൾ. ഇത്രയും. ഓക്കെ, താങ്ക് യു.